ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നാട്ടിൽ നിന്ന് ദുബായിലോട്ട് തിരിച്ചു പോകുന്നൊരു ട്രാവൽ വ്ളോഗാണ്. ഉമ്മ രാവിലെ തന്നെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല നാടൻ ചക്ക, നല്ല മധുരമുള്ള നാടൻ ചക്കയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ മൂത്ത മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കയൊക്കെ. അപ്പോൾ അവനക്കും മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചക്ക കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ഉമ്മ ചക്കപ്പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല വീട്ടിൽ നല്ല പപ്പായ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ നല്ല പഴം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് വെയിറ്റ് ഓവർ ആവുന്നതുകൊണ്ട് കൂടുതൽ ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോഴേക്കും എൻ്റെ ഉപ്പ പെട്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പാക്കിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എന്നെക്കാളും നല്ല ഉഷാറാണ്, നല്ല ഉഷാറായിട്ട് പാക്കിംഗ് അറിയാവുന്നതുകൊണ്ട് ഉപ്പ എന്നെ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഐറ്റംസും ബേക്കറിയും സ്വീറ്റ്സ് അതുപോലെ കുറച്ച് ഐറ്റംസൊക്കെ ആക്കി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. നാട്ടിലെ യാത്ര കഴിഞ്ഞു. കോഴിക്കോട് എയർപോർട്ട് പോകുന്ന വഴിയാണ്. ഇനി നേരെ ദുബായിലോട്ടാണ്. അപ്പം ഞാൻ, ഉപ്പ, ഉമ്മ, നമ്മൾ 3 പേരും കൂടാണ്. എന്നെ കൊണ്ടാക്കാൻ ഉപ്പയും ഉമ്മയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ പുത്തനത്താണി അങ്ങാടിയിൽ നിന്ന് നമ്മുടെ കാറിന് വേണ്ട ഫ്യൂവലും ഫില്ല് ചെയ്തു. നമ്മൾ ഇനി പോകുന്നത് ഈ ചെറിയ റോട്ടിലൂടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഹൈവേ ആയിട്ടുള്ളതിലോട്ടാണ് പോകുന്നത്. പണ്ടൊക്കെ എയർപോർട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടും കുറേ സമയമെടുക്കും, അത്രയും കച്ചറ റോഡായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ഹൈവേ വന്നതിന് ശേഷം നമുക്ക് പറപ്പിച്ച് വിടാം. നമ്മൾ ദുബായിലൊക്കെ പോകുന്ന പോലെ 3 ലൈനിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ ചേഞ്ച് ചെയ്ത് നല്ല ഉഷാറായിട്ട് ഡ്രൈവ് ചെയ്യാം. വെറും 30 മിനിറ്റ്സൊക്കെ ഉള്ളൂ ഇപ്പം അങ്ങോട്ടെത്താൻ. എന്തായാലും വേണ്ടിയില്ല, നമ്മൾ പോകുന്ന വഴിക്ക് നല്ല ജ്യൂസും നല്ല മുട്ട പപ്സൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനും ഉപ്പയും കൂടെ ഉമ്മയും കൂടെ നമ്മൾ കുറച്ച് തമാശയൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും നമ്മുടെ ജ്യൂസ് എത്തി. അങ്ങനെ പോവാനായിട്ട് നമ്മളിവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഉപ്പ അപ്പോഴേക്കും നമുക്ക് വേണ്ട എല്ലാം സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. എന്തായാലും മക്കളുടെ അടുത്ത് പോകുന്ന സന്തോഷമാണെങ്കിലും ഉമ്മാനും ഉപ്പാനും പിരിയുമ്പോൾ വല്ലാത്തൊരു ഉള്ളിലൊരു എന്താ പറയുക, ഒരു വിങ്ങലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട് അമ്മ അപ്പോഴേക്കും കരഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് അപ്പോഴേക്കും വരും, പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന്. അങ്ങനെ ഇതാണ് എൻ്റെ പൊന്നപ്പനും പൊന്നമ്മയും. എന്താ പറയുക, ഉപ്പാക്കും ഭയങ്കര സങ്കടം കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് എൻ്റെ ഉപ്പയും ഉമ്മയും. അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, അവരെ മിസ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു സങ്കടം. അങ്ങനെ പിന്നെ എയർപോർട്ടിലെത്തി ഒരു എൻട്രിയും കാര്യങ്ങളും കഴിഞ്ഞു. അവരവരുടെ മെയിൻ്റനൻസ് കാരണം അവരുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവരിവിടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വെയിറ്റ് ഓവറാന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ വെയിറ്റ് ഭയങ്കര ബറാബറാക്കിയിട്ട് ഉപ്പ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതും കഴിഞ്ഞു. നമ്മളെ ബോർഡിംഗ് പാസും കാര്യങ്ങളും കിട്ടി. ഇനി നേരെ എമിഗ്രേഷനിലോട്ടാണ് പോകുന്നത്. അപ്പോഴേക്കും പിന്നെ ഉമ്മാനെയും എല്ലാവരെയും വിളിച്ച് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, വെയിറ്റ് പ്രശ്നമൊന്നുമില്ലാന്ന്. അങ്ങനെ ഫ്ലൈറ്റിലും കയറി. കുറച്ച് ഫ്ലൈറ്റ് കയറിയതിൻ്റെ കണക്ക് എനിക്ക് ഭയങ്കര ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ ഞാൻ അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ദുബായിൽ ഇറങ്ങിയിട്ടുണ്ട്. ദുബായിൽ ഇറങ്ങിയപ്പോൾ നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നുമല്ല. നാട്ടിൽ ഭയങ്കര ചൂടാണെങ്കിൽ ഇവിടെ നല്ല തണുപ്പ്. അങ്ങനെ നമ്മുടെ വെൽക്കം ടു ദുബായ് നമ്മൾ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു പുറത്തിറങ്ങി. ഇതൊക്കെ ശരിയാണ്, നല്ല കുട്ടിയ. നല്ല ശേഷമല്ലേ പപ്പൻ്റെ കൂടെ ദിവസങ്ങളിൽ. എന്നാ പരിയേ ഗൈസിനോട് പരിയേ. അനീഷയാണ് മമ്മന്റെ കൂടെയാണ്. നമ്മള് റെഡ് കാറിലെത്തിയില്ലേ? ചേച്ചിയായ മമ്മനെ മിസ് ചെയ്താ മാവുമ്പോ? പപ്പ എന്തൊക്കെ ഉണ്ടാക്കി തന്നേ? ചിക്കൻ ഫ്രൈ ചെയ്ത് തന്നേ. പിന്നെന്ത് തന്നെ? ചാർക്കോള്. അതിന്റെ മുമ്പത്തെ ദിവസം അങ്ങനെ മസാല എഗ്, KFC, അങ്ങനെ ഇപ്പോഴും എന്താ പറയാ സോഡ അവിടെ ഉണ്ട്. പൊന്നപ്പൻ നമ്മുടെ ഹൗസിൽ എന്തല്ലേ? നമ്മുടെ ഹൗസിൽ സോഡ ഉണ്ട്. സോഡ ഹെൽത്തിന് ഗുഡാണ്. ഹെൽത്തിന് ഗുഡാണോ ബാഡാണോ? അപ്പൊ പിന്നെ എന്തിനു സോഡ വാങ്ങി? പപ്പ എന്തിനാണ് ഷെഫിക്കാക്കില്ല, പപ്പ തിന്നു കൊടുത്തതാ വൈകിട്ട് നമ്മുടെ റൂമില്. അങ്ങനെ പിന്നെ എപ്പോഴത്തെയും പോലെയാണ്. ദുബായിൽ നിന്നും ഷാർജയിലോട്ട് പോകുമ്പോൾ ഭയങ്കര ട്രാഫിക്. അതും കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും മക്കൾക്ക് ഭയങ്കര പെട്ടിയിൽ എന്താണുള്ളതെന്നുള്ളത്. അവർക്ക് കുറേ മിഠായിയും നമ്മൾ നല്ല ചക്കയും മാങ്ങയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരപ്പം തന്നെ നല്ല ഇളങ്ങിയും കൊണ്ട് ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോഴേക്കും കുടിച്ചു. അവർക്ക് അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ മോൻ്റെ ഫേവറേറ്റ് ആണ് ചെറി. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.